സുഗ്രീവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ലക്ഷ്മണനെ ഇതുവരെ കണ്ടില്ലല്ലോ. ജ്യേഷ്ഠ. ലക്ഷ്മണ, വരൂ സുഗ്രീവ. പ്രണാമ പ്രഭു. രാം 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 രാം. പ്രഭു, ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവിയെ തേടി കണ്ടുപിടിക്കുന്നതിനു വേണ്ടി നാട്ടിൽ പലയിടങ്ങളിലായി ചിതറിക്കിടന്ന എന്റെ വാനരസേനകൾ തിരികെ വന്നിട്ടുണ്ട്. അവരെല്ലാം വാനം, ഭൂമി, പാതാളം, കടൽ, കാട്, മലകൾ, അടിവാരം തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്. ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ എല്ലാവരെയും തോൽപ്പിക്കുവാൻ മാത്രം വീരന്മാരുമാണവർ. അങ്ങനെയുള്ള വീരന്മാരെ 3 കൂട്ടങ്ങളായി പിരിച്ച് പടിഞ്ഞാറ് ദിശയിലേക്ക് ഋഷഭൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ ഒരു സേനയെയും, വടക്ക് ദിശയിലേക്ക് ശതവലി എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ ഒരു സേനയെയും, കിഴക്ക് ദിശയിലേക്ക് വിനീതൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ ഒരു സേനയെയും അയച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും 1 മാസത്തിനുള്ളിൽ സീതാദേവിയുള്ള ഇടം കണ്ടുപിടിച്ച് അത് വന്ന് പറയണമെന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. അതൊരു നല്ല കാര്യമാണ്. സുഗ്രീവ, തെക്ക് ദിശയിലേക്ക് അങ്ങ് ആരെ അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവനായ മിത്രവും എന്നെ നല്ല വഴിക്ക് നയിക്കുന്ന എന്റെ മന്ത്രിയുമായ ഹനുമാനെയാണ് അയക്കാൻ പോകുന്നത്. തനിച്ചാണോ പോകുന്നത്? അല്ല പ്രഭു, അങ്കദൻ, നീലൻ, ജാംബവന്തർ അങ്ങനെയുള്ള പല വീരന്മാരും ഹനുമാനൊപ്പം പോകുന്നുണ്ട്. അങ്ങനെയാണോ? അതേ സ്വാമി. സുഗ്രീവ, സീതയെ അന്വേഷിച്ച് തെക്ക് ദിശയിലേക്ക് പോകുന്ന ഹനുമാന്റെ അടുത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞയക്കുവാനുണ്ട്. മാരുതി, സ്വാമി, എന്നോടൊപ്പം വരൂ. അങ്ങനെയാവട്ടെ പ്രഭു. മാരുതി, നീ സീതയെ കണ്ടാലുടൻ ഞാൻ പറയുന്ന അടയാളങ്ങൾ വെച്ച് അവൾ തന്നെയാണ് സീതയെന്ന് ഉറപ്പുവരുത്തിക്കൊള്ളൂ. അതിനുശേഷം ഞാൻ പറയുന്ന വിവരങ്ങൾ അവളോടായി എടുത്തു പറഞ്ഞ് നീ എന്റെ ദൂതൻ തന്നെയാണെന്ന് അവൾ വിശ്വസിക്കും വിധം പെരുമാറൂ. അങ്ങനെ തന്നെ ചെയ്യാം സ്വാമി. അഞ്ജനാസുതനെ, ജനകപുത്രി ജാനകിയുടെ അടയാളങ്ങളെല്ലാം തന്നെ ഞാൻ വിശദമാക്കാം.
കരുണാമൂർത്തിയെ, അങ്ങേക്കാണല്ലോ ഈ വിധ കഷ്ടപ്പാടുകൾ വന്നു ചേർന്നത്. ഇതാ, ഇതെന്റെ പിതാവ് എനിക്ക് നൽകിയ മുദ്രമോതിരമാണ്. രാജപദവിയും അയോധ്യയും എനിക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഉപേക്ഷിച്ച ഞാൻ എന്റെ പിതാവിനോട് എനിക്കുണ്ടായിരുന്ന സ്നേഹത്തെ മാത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അടയാളമായി ഈ ഒരു മോതിരം മാത്രം അണിഞ്ഞു വന്നതാണ്. ഇത് വാങ്ങിക്കൊള്ളൂ. ആഞ്ജനേയ, സ്വാമി, നീ എന്റെ ദൂതനാണ് എന്നുള്ളതിന് അടയാളമായി ഈ മുദ്രമോതിരം സീതയ്ക്ക് നൽകിയാലും അവൾ പറയുന്ന സന്ദേശം എന്തൊക്കെയായാലും വേഗം വന്ന് എന്നോട് പറയേണ്ടതാണ്. പ്രഭു, വിഷമിക്കാതിരിക്കൂ. ഞങ്ങളുടെ മഹാരാജാവ് സുഗ്രീവൻ കുറിച്ച കാലത്തിനുള്ളിൽ ഞാനും എന്റെ വീരന്മാരും മാതാവ് ഉള്ളയിടം അറിഞ്ഞു വന്ന അങ്ങയെ അറിയിക്കുന്നതാണ്. അങ്ങെന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചാലും സ്വാമി. വേഗത്തിൽ ചെന്ന് വിജയിച്ചു മടങ്ങി വരിക. റാം റാം. വരൂ. റാം റാം. റാം റാം. സുഗ്രീവ, പ്രഭു, സീതയെ അന്വേഷിച്ചു പോകുന്ന ഹനുമാനോട് സീതയെക്കുറിച്ചുള്ള അടയാളങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നന്നായി പ്രഭു. സീതാദേവി ഉള്ളയിടം കണ്ടുപിടിച്ച് ശീഘ്രം തന്നെ അങ്ങോട്ട് വന്ന് പറയുന്നതാണ്. മാരുതി, മഹാരാജൻ, സീതാദേവിയെ അന്വേഷിക്കുന്നതിനിടയിൽ ജാമ്പവന്തരെയും അങ്കദനെയും സേനാനായകൻ നീലനെയും നിനക്ക് തുണയായി കൂട്ടിക്കൊണ്ടുപോയാലും. ഉത്തരവ് മഹാരാജൻ. പോയി വരാം പ്രഭു. റാം റാം. രാം റാം രാം റാം. രാം 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 റാം രാം റാം. രാം റാം രാം റാം. രാം റാം രാം റാം. രാം രാം രാം. രാമനാമം, രാമനാമം. ഏത് രാമനാമം കേൾക്കാനാണോ ഞാൻ ഇത്രയും നാൾ തപസ്സിരുന്നത്? ആ രാമനാമം ജപിച്ചുകൊണ്ട് ചിലരിവിടെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആരാണ് ആ മഹാനുഭാവന്മാർ? ആ രാമനാമം കേട്ടാലല്ലേ എന്റെ ഈ ഉടലിന്റെ വേദന മാറൂ. രാമ 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 രാമ. ഒന്ന് നിന്നാലും. ഏത് രാമനാമം കേൾക്കാനാണോ ഞാൻ ഇത്രയും നാൾ തപസ്സിരുന്നത്? ആ രാമനാമം ജപിച്ചുകൊണ്ട് വരുന്ന നിങ്ങൾ എല്ലാവരും ആരാണ്? ദയവായി ഒന്ന് പറയാമോ? ഞങ്ങൾ ശ്രീരാമചന്ദ്രന്റെ ദൂതന്മാരാണ്. എന്താ, നിങ്ങൾ എല്ലാവരും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദൂതന്മാരാണോ? അതെ പ്രഭു. അങ്ങ് ആരാണ്? എന്റെ പേര് സമ്പാദി. എന്നെ പറ്റി ഞാൻ പിന്നീട് പറയാം. നിങ്ങൾ എല്ലാവരും എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നതെന്ന് എന്നോട് പറയാമോ? ഞങ്ങളുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പത്നിയായ സീതാദേവി തനിച്ചിരിക്കുന്ന വേളയിൽ രാവണൻ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ രാജാവും കിഷ്കിന്ധയുടെ ഭരണാധികാരിയും വാനരന്മാരുടെ രാജാവുമായ സുഗ്രീവന്റെ സഹായം തേടി വന്നതാണ് ശ്രീരാമചന്ദ്രമൂർത്തി. ഞങ്ങളുടെ മഹാരാജാവും ശ്രീരാമന്റെ അഭ്യർത്ഥന പ്രകാരം മറ്റ് 3 ദിശകളിലേക്കും ധാരാളം വാനര വീരന്മാരെ സീതാദേവിയെ അന്വേഷിച്ചു വരുവാൻ അയച്ചതിനൊപ്പം വായുപുത്രനും ആഞ്ജനേയപുത്രനുമായ എന്നോട് ഇവരെയും കൂട്ടി തെക്ക് ദിശയിൽ അന്വേഷിച്ചു വരുവാൻ ഉത്തരവിട്ടു. അങ്ങനെയാണോ? നിങ്ങൾ സീതാദേവിയെ എവിടെയെല്ലാം അന്വേഷിച്ചു? സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തെക്ക് ദിശയിൽ പല ഭാഗങ്ങളിലായി അന്വേഷിച്ചിട്ടും ദേവിയെ എവിടെയും കാണാനായില്ല. അങ്ങനെ ഒടുവിൽ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഞങ്ങൾ മഹേന്ദ്രപർവ്വതവും കടന്ന് ഈ ഭാഗത്തേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ മഹാസമുദ്രം കുറുകെ നിൽക്കുകയാണ്. അതിനെ മറികടന്ന് ലങ്കയിലേക്കും അതിനപ്പുറവും ചെന്ന് സീതാദേവിയെ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിരിക്കട്ടെ, ലങ്കേശന്റെ ആവണനാണ് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയതെന്ന് നിങ്ങൾക്കും
ശ്രീരാമചന്ദ്രമൂർത്തിക്കും എങ്ങനെയാണ് മനസ്സിലായത്? ആ ഏകപതി വ്രതയെ ദുഷ്ടനായ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങയെപ്പോലുള്ളവനും പക്ഷിരാജാവുമായ ജഡായു എന്നയാൾ അത് കണ്ടിരുന്നു. അവന്റെ ദുഷ്ടപ്രവർത്തികളെ എതിർത്ത് ആ അസുരനായ രാവണനോട് ഏറ്റുമുട്ടുകയും ചെയ്തു. എന്നാൽ ഒട്ടും തന്നെ ദയയില്ലാത്ത ആ അസുരൻ അദ്ദേഹത്തിന്റെ ചിറകുകളെ വെട്ടി വീഴ്ത്തിയിട്ട് മുന്നോട്ടു പോയി. ജഡായു ജീവൻ വെടിയുന്ന അവസരത്തിൽ അസുരനായ രാവണനാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്ന് ശ്രീരാമനോട് വ്യക്തമായി പറഞ്ഞിട്ട് ജീവൻ വെടിഞ്ഞു. എന്ത്? ജഡായു ജീവൻ വെടിഞ്ഞു എന്നോ? ഇതെന്ത് ക്രൂരതയാണ്? ജഡായു, നീയും എന്നെ വിട്ടു പോയോ? പ്രഭു, ജഡായു മൃത്യു വരിച്ചതറിഞ്ഞ് താങ്കൾ വളരെയധികം സങ്കടപ്പെടുന്നുവല്ലോ. അദ്ദേഹം താങ്കളുടെ ആരെങ്കിലും ആണോ? അതെ പ്രഭു, ഈ ലോകത്തെനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു കൂടപ്പിറപ്പ് അവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആകാശത്തോളം പറന്നുയരാനും സ്നേഹം നൽകുവാനും കഴിയുന്ന ആ വീരപുത്രൻ എന്റെ കൂടെ പിറന്ന അനുജനാണ് പ്രഭു. എന്റെ കൂടെ പിറന്ന അനുജൻ. സത്യപുരുഷനായ ജഡായു അങ്ങയുടെ അനുജനാണെന്നോ? അതെ പ്രഭു, അതെ. എന്റെ പേര് സമ്പാദി, അല്ലയോ ഭവനപുത്ര. ഞാനും ജഡായുവും സാക്ഷാൽ സൂര്യഭഗവാന്റെ തേരോടിക്കുന്ന സാരഥിയായ അരുണന്റെ പുത്രന്മാരാണ്. ഒരു സമയത്ത് എനിക്കും ജഡായുവിനും ദേവലോകം നേരിട്ട് കാണണമെന്ന ആഗ്രഹമുണ്ടായി. ആയതിനാൽ ഞങ്ങൾ ഇരുവരും മത്സര ബുദ്ധിയോടെ ആകാശത്തിൽ ഉയരെ ഉയരെ പറന്നു ചെന്നുകൊണ്ടേയിരുന്നു. എനിക്ക് മുന്നേ പറന്നു ചെന്നുകൊണ്ടിരുന്ന എൻ്റെ അനുജൻ ജഡായു സൂര്യന്റെ അരികിൽ ചെന്നതും ആ ആദിത്യന്റെ താപം താങ്ങാൻ കഴിയാതെ അലറി വിളിച്ചു. എൻ്റെ അനുജനെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ അവന്റെ മുകളിലായി പറന്നു ചെന്ന് ആദിത്യന്റെ താപം എൻ്റെ അനുജന്റെ ദേഹത്ത് വീഴാത്ത വിധം എൻ്റെ ഇരു ചിറകുകളും വിരിച്ച് ജഡായുവിനെ കാത്തു രക്ഷിച്ചു. ജഡായു നല്ല രീതിയിൽ താഴേക്ക് പറന്നിറങ്ങി. എന്നാൽ ഞാൻ സൂര്യന്റെ താപത്താൽ ചുട്ടരിക്കപ്പെട്ട് ഉടല് മുഴുവൻ വെന്ത് ചിറകുകൾ നഷ്ടപ്പെട്ടവനായി ഈ ഭൂമിയിൽ വന്ന് വീഴുകയായിരുന്നു. ഈ വേദന താങ്ങാൻ കഴിയാതെ എന്റെ അനുജനെ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ ജീവൻ ഒടുക്കുവാൻ തന്നെ തീരുമാനിച്ച് ആ അവസ്ഥയിൽ ലോകസാരംഗൻ എന്ന ഒരു മുനി വന്ന് രാമന്റെ ദൂതന്മാരായി ഹനുമാൻ മുതലായ വീരന്മാരിവിടെ വരുമെന്ന് അവരോട് രാമനാമം ജപിക്കാൻ പറഞ്ഞ അത് കേൾക്കൂ, എന്റെ ഉടൽ ശരിയാകും, ചിറകുകൾ വളരും, നിന്റെ ജീവിതവും മാറും എന്ന് ഉപദേശിച്ചുകൊണ്ട് മറഞ്ഞു. പ്രഭു, ഇതിനകം തന്നെ ധർമ്മസങ്കടത്തിലായ അങ്ങയോട് ഞങ്ങൾ അങ്ങയുടെ അനുജന്റെ മൃത്യുവിനെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കിയല്ലോ. ഇല്ല പ്രഭു, ഇല്ല. ഒരു ഉത്തമ കാര്യത്തിന്റെ ഭാഗമായി എന്റെ അനുജൻ മൃത്യു വരിച്ചെന്ന് കേട്ടപ്പോൾ എന്റെ സങ്കടങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. പ്രഭു, ഒരു നാൾ രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ ഒരു നാരിയെ അപഹരിച്ചു കൊണ്ടു പോകുന്നത് ഞാനും കണ്ടിരുന്നു. ആ നാരി തന്നെയാണ് സീതയെന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞാണ് എനിക്കും മനസ്സിലായത്. സീതയെ രക്ഷിക്കുവാനായി എന്റെ അനുജൻ രാവണനോട് യുദ്ധം ചെയ്ത് മൃത്യു വരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. സീതയെ രാവണൻ ലങ്കയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. വായുപുത്രനായ ഹനുമാനെ, നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി രാമനാമം ജപിച്ചാലും ലോകസാരംഗ മുനിവര്യൻ പറഞ്ഞതുപോലെ എൻ്റെ വേദനകളെല്ലാം തീർത്തു തന്നാലും രാമനാമത്താൽ എൻ്റെ ചിറകുകളെല്ലാം വളർന്നു വരട്ടെ. ജപിച്ചാലും. ആകട്ടെ, അങ്ങനെ തന്നെ ചെയ്യാം പ്രഭു. രാം രാം ജയ ജയ രാം, 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 രാം രാം സീതാരാം, രാം രാം ജയ ജയ രാം, 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 രാം രാം, രാം രാം സീതാരാം, രാം രാം ജയ ജയ രാം, രാം രാം ജയ ജയ രാം, രാം രാം.
മാരുതി, സമ്പാദി, പ്രിയ രാമദൂതന്മാരെ, നിങ്ങളുടെ രാമജപത്താൽ എന്റെ ചിറകുകൾ വളർന്നു വന്നിരിക്കുന്നു. എനിക്ക് പുതിയ ജന്മം ലഭിച്ചിരിക്കുന്നു. വളരെ നന്ദി പ്രഭു, വളരെ നന്ദി പ്രഭു. ആഞ്ജനേയ പുത്ര, രാവണൻ സീതാദേവിയെ ലങ്കയിലുള്ള അശോകവനത്തിലായിരിക്കും തടവിലാക്കിയിട്ടുണ്ടാവുക. നിങ്ങളിൽ കഴിയുന്നവർ ഈ സമുദ്രം കടന്നു ചെന്ന് സീതാദേവിയെ ദർശിച്ചാലും ആ സന്ദേശം വേഗം ചെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ അറിയിച്ചാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും വിട പറയുകയാണ്. രാമ രാമ. റാം റാം, റാം റാം. എല്ലാവരോടും വിട പറഞ്ഞുകൊള്ളട്ടെ. രാം 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 റാം റാം, റാം റാം, റാം റാം, റാം റാം. രാം രാം ജയ് ജയ രാം, രാം രാം ജയ് ജയ രാം. സമ്പാദി പറഞ്ഞത് പ്രകാരം ഈ മഹാസമുദ്രം കടന്നു ചെല്ലുവാൻ ഒരു വീരനല്ലേ വേണ്ടത്? ഇതാ, അതിന് നമ്മുടെ വായുപുത്രനുണ്ടല്ലോ. എന്ത്? ഞാനോ? അതെ മാരുതി, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, അത് അതിൻ്റെ പിറവിയുടെ ഗുണമാണ്. അതേപോലെ നിന്റെ ബലം എന്താണെന്നത് നിനക്കും അറിയില്ല, അത് മുനിവര്യന്മാർ നിനക്ക് എന്ന ശാപമാ. ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അങ്ങയുടെ ആ ശാപം മാറിപ്പോയതാണ്. അത് അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ പഴയ ഹനുമാനെ പോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങയുടെ ഈ ബലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അരനിമിഷം കൊണ്ട് തന്നെ ഈ മഹാസമുദ്രം കടന്നു ചെന്ന് കാര്യം നിറവേറ്റി തിരിച്ചു വരാൻ സാധിക്കും. അതുമാത്രമല്ല, അസുരനായ രാവണനെയും അവൻ്റെ വലിയ സേനകളുടെയും വലിയ വലയങ്ങളെല്ലാം കടന്ന് നമ്മുടെ സീതാദേവിയെ ദർശിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞു വരാൻ അങ്ങയെക്കൊണ്ട് മാത്രമേ കഴിയൂ. അതെ, താങ്കൾ രവികുല തിലകനെ ആദ്യമായി ദർശിച്ചില്ലയോ? അന്നു തന്നെ താങ്കളുടെ ശാപമെല്ലാം ഞൊടിയിടയിൽ ഇല്ലാതായതാണ്. രാം രാം എന്ന താരകമന്ത്രത്തെ ഉരുവിട്ടുകൊണ്ടിരുന്നാലും ആ ഭയമെല്ലാം മാറിപ്പോകുന്നതാണ്. അങ്ങയുടെ പഴയ വീര്യവും ഉള്ളിൽ നിറയുന്നതാണ്. അങ്ങ് ആരാണെന്നും അങ്ങേക്കറിയാൻ കഴിയും. രാം 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 രാം. അതെ, ഞാനാണ് ഹനുമാൻ. ഏതായുധത്താലും നാശമില്ല എന്ന വരം ലഭിച്ചവൻ. ബ്രഹ്മാസ്ത്രമൊഴികെ മറ്റു ഒരു അസ്ത്രങ്ങൾക്കും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന ഭഗവാന്റെ കരങ്ങളിൽ നിന്ന് വരം നേടിയവൻ. മാരുതി, അതുമാത്രമല്ല, അങ്ങ് ആഗ്രഹിക്കുന്നതുവരെ അങ്ങേക്ക് മൃത്യു സംഭവിക്കില്ലെന്ന് ദേവേന്ദ്രനിൽ നിന്ന് വരം പ്രാപ്തമാക്കിയവനാണ് അങ്ങ്. അങ്ങ് ചിരഞ്ജീവിയാണ്. അങ്ങയുടെ പിതാവ് വായു ഭഗവാനെ പോലെ എങ്ങും തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ ശക്തി പ്രാപ്തമാക്കിയവൻ. ശ്രീരാമനാമം ജപിച്ചു കഴിഞ്ഞാൽ സപ്തസമുദ്രങ്ങളെയും ഒരു ഞൊടിയിൽ താങ്കൾക്ക് കടക്കുവാൻ കഴിയും. രാം രാം, രാം രാം, രാം രാം, രാം രാം, രാം രാം, രാം രാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ